അവകാശങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കേരളം ഇന്നും കണ്ടത്. കോതമംഗലത്തെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ഗുരുതരാരോപണങ്ങളാണ് ഉയരുന്നത്. ഇയർ ബാഗ് ഭീഷണിയും അമിത ഫീസുമാണ് അരുണാചൽ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് സഹപാഠികൾ ആരോപിക്കുന്നു. വിദ്യാർത്ഥിയുടേത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറോ എന്നതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാവും. ജില്ലാ പോലീസ് മേധാവിയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നു. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ഗുരുതരാരോപണവുമായി സഹപാഠികൾ. ഇയർ ബാഗ് ഭയന്നാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം. കഴിഞ്ഞ ഒരു മാസമായി ക്ലാസ്സിൽ കയറ്റിയിരുന്നില്ല എന്നും ഇതിലുള്ള മനോവിഷമമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും സഹപാഠികൾ ആരോപിക്കുന്നു. 2ാം വർഷ ബിടെക് വിദ്യാർത്ഥി മിർച്ചി മാർപ്പുവിനെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ പ്രതികരണം നമുക്ക് ആദ്യം കേൾക്കാം. കൃത്യമായ ഒരു ലാബ് ഫെസിലിറ്റീസും കൃത്യമായ ഒരു ടീച്ചിങ് ഫെസിലിറ്റീസും വിദ്യാർത്ഥികളുടെ ഒരു മാനസികാവസ്ഥയും എല്ലാവർക്കും ഈ ഇയർ ബാഗ് സംവിധാനം എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റബിൾ അല്ല. പലരും പല ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഫാമിലി സിറ്റുവേഷൻ വരുന്നതാണ്. അപ്പോൾ ഈ ഇയർ ബാഗ് സിസ്റ്റം KTU പോലും എടുത്തു കളഞ്ഞു. ഗവൺമെൻറ് അതിനൊരു സംവിധാനം നിശ്ചയിച്ചു, അത് ചർച്ചകൾ ചെയ്തു, KTU പോലും അത് എടുത്തു കളഞ്ഞു. ശേഷം ഇപ്പോഴും ഈ കോളേജിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായൊരു ഓട്ടോക്രസിയാണ്. പറഞ്ഞാൽ ആരും ഒന്നും ചോദിക്കാൻ വരില്ല. പിള്ളേരായാലും ചോദിക്കാൻ വന്നാൽ ഇന്റേണൽ മാർക്കും പറയാം, ക്രെഡിറ്റും പറയാം, കാര്യങ്ങളും പറയാം, സസ്പെൻഷനും പറഞ്ഞ് ഒഴിവാക്കാന്നുള്ള രീതിയിലാണ്. ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണമസ് കോളേജാണ്. ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മാറത്തനീഷ്യസ് കോളേജിലെ വിദ്യാർത്ഥികൾ പോലും ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു. സ്വന്തം കോളേജിലെ പ്രിൻസിപ്പളാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾ വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രിൻസിപ്പൾ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും. പ്രിൻസിപ്പൾ പോലും ഇങ്ങോട്ട് വരാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ മാനേജ്മെന്റ് വരും എന്നാണ് പറഞ്ഞത്. അത് കുറച്ച് നേരം രാവിലെ 9 തൊട്ട് നമ്മൾ ഇത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സാർമാരെ വിളിക്കുമ്പോഴും സാർമാർ പറയുന്നത് അടുത്ത 10 മിനിറ്റിനുള്ളിൽ വരും. അങ്ങനെ 10 മിനിറ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ ലാസ്റ്റ് അടിവരെ പോയി വീണ്ടും തിരിച്ച് ഇവിടെ തന്നെ വരേണ്ട അവസ്ഥ. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലെ റിപ്പോർട്ടിലാണ് നമുക്ക് എന്താ കൃത്യം ഡീറ്റെയിൽ എന്തുകൊണ്ടാണ് ആൾ മരിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇയർ ബാഗ് സ്കീം വന്നുകൊണ്ട് ഡിപ്രഷനിലേക്ക് പോയി അതിനെപ്പറ്റി ഒരു ഫർദർ നമുക്ക് അവനെ ഒരു അറിവും ഇല്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവന് ഡിപ്രഷൻ കൂടി ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയതാണ്. എന്തായാലും 100% അന്വേഷണം വേണം. കാരണം ഒരു സ്റ്റുഡൻ്റാണ് മരിച്ചത്, ഒരു ജീവിതമാണ് ആ പോയത്. ഒരു ജീവിതം നമുക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടത്തില്ല. വീഴ്ചയില്ലാത്തൊരു അന്വേഷണം വേണം. എന്തായാലും അന്വേഷണം വേണം. ഇയർ ബാഗിൻ്റെ കാര്യം ഒരു ഈ ആഴ്ച തന്നെ കൗൺസിൽ കൂടി അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാന്ന് പറഞ്ഞു. പിന്നെ പിള്ളേർക്ക് സപ്ലിയുടെ ഏത് രീതിയിലാണ്, ഒന്നെങ്കിൽ പരീക്ഷയാണ്, ഞങ്ങൾ പരീക്ഷയ്ക്ക് വില കൂടുതലാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അത് മാരത്തോൺ സപ്ലി ആക്കണം. പക്ഷേ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ ഇനിയും പ്രതിഷേധം ഉണ്ടാവും. ഉറപ്പായും ഇതിൽ സ്ട്രോങ്ങർ. ഇന്ന് ഞായറാഴ്ചയായിട്ട് എത്രയും പിള്ളേർ വന്നു. ഉറപ്പായും വർക്കിംഗ് ഡേയിൽ ഇതിലും കൂടുതൽ പിള്ളേർ വരും. ഗ്യാരണ്ടി ഞാൻ പറയാം. ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പോകണം. അല്ലെങ്കിൽ കൗൺസിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും പോകണമെങ്കിൽ നമ്മൾ ഉറപ്പായും പ്രതിഷേധം തുടരും. നിലവിൽ നമുക്ക് സംവിധാനമായ ഒരു തീരുമാനമാണ് എടുത്തേക്കണേ. അതിന് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പ്രതിഷേധം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോട്ടെ. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളും SFI നേതാക്കളും പ്രിൻസിപ്പലിനെ തടഞ്ഞു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ദൃശ്യം കാണാം. നമ്മൾ പറഞ്ഞേക്കുന്നത് എക്സാമിൻ്റെ ഫീസ് കൂടുതലാണെന്നുള്ള ആ കാര്യവും അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കുന്നതായിരിക്കും. കൂടാതെ മാസത്തിലൊരു പ്രാവശ്യം നമ്മൾ കൗൺസിലുമായിട്ടൊരു മീറ്റിംഗ് കൂടാനും തീരുമാനിച്ചിട്ടുണ്ട്. സജോ ദേവസ്യ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. സജോ, ഇതൊരു ചെറിയ വിഷയമേ അല്ല എന്ന് നമ്മൾ തുടക്കം മുതൽ തന്നെ പറയുകയാണ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന്റെ ഓരോ വിവരങ്ങളും റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ കാണുന്നുമുണ്ട്. നോക്കൂ, മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഒരുപാട് സ്വപ്നങ്ങളുമായി കേരളത്തിലെ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരുതരം ചൂഷണത്തിന്റെ ഭാഗമായാണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. അവരുടെ അവകാശങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി മറുനാട്ടിൽ പോയി പഠിച്ച അവിടുത്തെ കോളേജിന്റെ ഒരു ചൂഷണം കാരണം മരണപ്പെട്ടാൽ ഈ നാട് എത്രത്തോളം വേദനിക്കുമെന്നുള്ളത് നമുക്കറിയാം. അതൊന്ന് തിരിച്ചാലോചിച്ച് നോക്കൂ. ആ കുട്ടിയുടെ നാട്, രക്ഷിതാക്കൾ എത്രത്തോളം വേദന ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നുണ്ടാവും. ഇവിടെ നാടോ ഭാഷയോ ഒന്നും വ്യത്യാസമില്ല. നമ്മൾ മനുഷ്യന്മാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു വിദ്യാർത്ഥി മരണപ്പെടേണ്ടി വന്നു. ഓക്കെ, ഇപ്പോൾ കോളേജ് ഒരു തീരുമാനമെടുക്കുന്നു. ഇങ്ങനെ പിന്നോട്ട് പോയിട്ടുള്ള വിദ്യാർത്ഥികളെയൊക്കെ മുന്നോട്ട് തന്നെ കൊണ്ടുവരാം എന്നുള്ള തീരുമാനമെടുക്കുമ്പോഴും അവിടെ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. സജോ, റോഷ്നി, അത് തന്നെയാണ്. അതായത് ജീവൻ വില നൽകേണ്ടി വരുന്ന പിടിവാശികൾ എന്തിന് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം, KTUയുടെ സിലബസാണ് ഈ കോതമംഗലം MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും പിന്തുടരുന്നത്. പക്ഷേ ഓട്ടോണമസ് പദവിയുണ്ട്. അപ്പോൾ അക്കാദമിക കാര്യങ്ങളിൽ അവർക്ക് സ്വയം ഭരണാവകാശമുണ്ട്
എന്നതൊരു വസ്തുതയായി നിൽക്കെ തന്നെയും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം KTU താൽക്കാലികമായി ഇയർ ബാഗ് പിൻവലിക്കാൻ തീരുമാനിച്ചതാണ് എന്ന് മാത്രമല്ല ക്രെഡിറ്റ് സ്കോറിന്റെ കാര്യത്തിലും ഉയർന്ന ക്രെഡിറ്റ് സ്കോറിൽ മാറ്റം വരുത്തുക എന്നൊരു തീരുമാനമെടുത്തതാണ്. അതായത് ഇവിടെ 18 എന്നത് സർവകലാശാലയിലെ പല ക്യാമ്പസുകളിലും ക്രെഡിറ്റ് സ്കോർ നടപ്പായി. പക്ഷേ ഇവിടെ അത് 22 എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇയർ ബാക്കിലേക്ക് പോയാൽ അത് വലിയ പ്രശ്നം ഉണ്ടാകും. മാത്രമല്ല ഈ സേ പരീക്ഷ എഴുതുമ്പോൾ അതിൽ തിയറി പേപ്പറിന് ഏതാണ്ട് 6000 രൂപ, അതുകൂടാതെ 6000 രൂപ, അതുകൂടാതെ ലാബ് അതായത് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഒരു 9000 രൂപ എന്ന് വെച്ചാൽ ഒരു 15000 രൂപയൊക്കെ ഒരു സേ പരീക്ഷയുടെ ഭാഗമായി വേണ്ടിവരും. അതൊരു മാരത്തൺ സേ അവസരം കിട്ടിയാൽ തന്നെയും സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയ സാമ്പത്തിക ബാധ്യതയായി കൂടി മാറും. അപ്പോൾ ഇത് വീട്ടിൽ പറയുക ഇങ്ങനെയൊക്കെയുള്ള പ്രയാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു കോളേജ്, ഒരു ഓട്ടോണമസ് കോളേജ് വിദ്യാർത്ഥികളെ സമീപിക്കേണ്ടത് എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അതായത് വിദ്യാർത്ഥികളെ അതായത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്ന അല്ലെങ്കിൽ മാർക്ക് കുറയുന്ന വിദ്യാർത്ഥികളെ അതുവഴി അവരുടെ അക്കാദമിക ജീവിതം മുഴുവൻ അതോടുകൂടി അവസാനിപ്പിക്കുന്ന ഒരു തീരുമാനമാണോ എടുക്കേണ്ടത്? ഈ വിദ്യാർത്ഥി തന്നെ ഒരു മാസമായിട്ട് ക്ലാസ്സിൽ വന്നിട്ടില്ല, ഇയർ ബാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഹോൾ ഇയർ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം രൂപപ്പെടും. അങ്ങനെ വരുമ്പോൾ പിന്നീടും ഈ സപ്ലി അങ്ങനെ അവരുടെ വിദ്യാഭ്യാസം പിന്നീട് തുടർന്ന് എങ്ങനെ എന്ന വല്ലാത്തൊരു ചോദ്യചിഹ്നം രൂപപ്പെടും. അപ്പോൾ ഇയർ ബാക്ക് താൽക്കാലികമായി KTU പിൻവലിക്കുന്നു. ഈ ക്രെഡിറ്റ് സ്കോർ ആണെങ്കിൽ 18 ആക്കി നിശ്ചയിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ കോളേജ് അതിന് തയ്യാറായില്ല. കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പിടിവാശി ഇത്രയും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ വിദ്യാർത്ഥിയാണെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് നിന്ന് വരുന്നതാണ്, അരുണാചലിൽ നിന്ന് വരുന്നതാണ്. ഭാഷാപരമായ പ്രതിസന്ധിയുണ്ട്. ഇവിടെ പ്രാദേശികമായ വലിയ സൗഹൃദങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് ഇത് ആശയവിനിമയത്തിന് പോലും പ്രശ്നമുണ്ടാകും, വീട്ടുകാരെ അറിയിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇനി ഈ സേ പരീക്ഷയ്ക്ക് ആവശ്യമായ പണം സമാഹരിക്കുന്നത് സംബന്ധിച്ച് ആശങ്കയുണ്ടാകും. അങ്ങനെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണോ ഇത്തരം ഓരോ ട്രേഡിലെയും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് മാർക്കിന്റെ കാര്യത്തിലോ ഇയർ ബാക്ക് നേരിടുന്ന വിദ്യാർത്ഥികളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് സംബന്ധിച്ച് കോളേജിനൊരു ധാരണ ഉണ്ടാവേണ്ടതാണ്. അവർക്ക് ആവശ്യമായ പിന്തുണ, കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരെ വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് വേണ്ടത്. നിർബന്ധിച്ച് ഇനി സർവകലാശാല തീരുമാനിച്ചു, അപ്പോൾ ഞങ്ങൾ ഓട്ടോണമസ് ആണ്, ഇയർ ബാക്ക് എന്തായാലും നടപ്പാക്കും എന്നൊരു പിടിവാശിയുടെ ആവശ്യമില്ല. ആ വിദ്യാർത്ഥികളെ കൂടി ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സാണ് കാണിക്കേണ്ടത്. അതിന് അവിടെ ഒരു ജീവൻ നഷ്ടമാകണം. അപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് ഇയർ ബാക്ക് ആയാൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നു, പിന്നീട് പുറത്ത് താമസിക്കേണ്ടി വരുന്നു. ഇനി എങ്ങനെ ഇത് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഇത്തരം പ്രശ്നമാണ്. എന്ന് മാത്രമല്ല ഈ ഓട്ടോണമസ് കോളേജുകളെ കുറിച്ച് വിദ്യാർത്ഥികൾ വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതായത് തിരിച്ച് പ്രതിഷേധിച്ചാൽ, പരാതി പറഞ്ഞാൽ, ചൂണ്ടിക്കാണിച്ചാൽ, കാര്യങ്ങൾ എന്തെങ്കിലും പ്രതിഷേധം ഉയർത്തിയാൽ അവർക്ക് പല സാധ്യതകളുണ്ട്. ഇന്റേണൽ മാർക്കിന്റെ കാര്യം, പ്രാക്ടിക്കൽ എക്സാമിന്റെ കാര്യം, അങ്ങനെ പല കാര്യങ്ങളിലും അവരെ വേട്ടയാടാനുള്ള ആയുധം ഓട്ടോണമസ് അധികാരം കൈവശമുണ്ട്. അതുപയോഗിച്ച് ഭീഷണിപ്പെടുത്താം എന്നൊരു ഗുരുതരമായ ആരോപണമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അങ്ങനെ വെറുതെ നമുക്ക് അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല. കാരണം ആ ഒരു സാധ്യതയെ ഒരു അധികാര ദുർവിനിയോഗത്തിനുള്ള ഒരു സാധ്യതയായി ഓട്ടോണമസ് പദവിയെ ദുരുപയോഗിക്കുകയല്ല വേണ്ടത്. ഏതെങ്കിലും നിലയ്ക്ക് ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞു പോകുന്നു എന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ അതിന്റെ പശ്ചാത്തലം എന്താണ്? അപ്പോൾ ഓരോ കുട്ടികളെയും മനസ്സിലാക്കും വിധം മനുഷ്യത്വപരമായ നടപടിയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിനു പകരം വലിയ സ്വപ്നങ്ങളുമായി, ഇത്തരം വലിയ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നവുമായി അരുണാചലിൽ നിന്ന് ആ വിദ്യാർത്ഥി ഇവിടെ വരെ വരുന്നു, ഇവിടെ പഠിക്കുന്നു. അങ്ങനെ ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഇയർ ബാക്കിന്റെ ഒരു സാഹചര്യം രൂപപ്പെടുന്നു എന്ന് കാണുമ്പോൾ ആ വിദ്യാർത്ഥി വല്ലാതെ ഭയപ്പെടുന്നു. എന്ന് മാത്രമല്ല ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെയോ അല്ലെങ്കിൽ സേ പരീക്ഷയുടെ കാര്യത്തിൽ പോലും പലതരം അവ്യക്തതകൾ നിലനിൽക്കുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഒരു മാരത്തോൺ സപ്ലിയോ അല്ലെങ്കിൽ ഇത്തരം സേ പരീക്ഷകളുടെ സാധ്യതയോ ഒരുക്കുക, അതല്ലെങ്കിൽ ആ ഫീസ് കുറയ്ക്കണം എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. ഒടുവിൽ ആദ്യഘട്ടത്തിൽ ചർച്ചയ്ക്ക് വഴങ്ങിയിരുന്നില്ല. പിന്നീട് പ്രിൻസിപ്പളും മാനേജ്മെന്റ് പ്രതിനിധികളും വന്നു. അതിൽ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത് ഇയർ ബാക്കിന്റെ കാര്യത്തിൽ അവരെ തിരിച്ച് എടുക്കുന്ന ഒരു തീരുമാനം എടുക്കണം. അതുകൂടാതെ ഈ സേ പരീക്ഷകളുടെ ഫീസ് കുറയ്ക്കണം. എന്ന് വെച്ചാൽ ഒരു പ്രാക്ടിക്കലും തിയറിയും കൂടെ ഒരുമിച്ച് എഴുതിയാൽ 15000 രൂപ, അപ്പോൾ ഒന്നിൽ കൂടുതലോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ വലിയ തുകയായി മാറും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ ഇത്തരം വിഷയങ്ങൾ, വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അക്കാദമിക് കൗൺസിൽ കൃത്യമായി ചേർന്ന് അതിൽ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും വേണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ വിദ്യാർത്ഥിയുടെ ജീവനൊടുക്കിയ ആ വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നൊരു കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്? അതിൽ വീഴ്ചയില്ലാത്ത അന്വേഷണം ഉണ്ടാകണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നേരത്തെ SFI നേതാക്കളടക്കം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യവും അതാണ്. അതിൽ എന്തെങ്കിലും ഒരു അട്ടിമറി നടന്നുകൂടാ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അതിൻ്റെ വസ്തുക്കൾ എന്താണ്? അല്പസമയത്തിനകം അവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. അതിനുശേഷം അവർ കോതമംഗലത്തേക്ക് വരും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കം നടക്കുക. തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. അപ്പോൾ ആ വിദ്യാർത്ഥിയുടെ കുറിപ്പിൽ എന്താണ് ഉള്ളത് അത് ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തണം. അത് സംബന്ധിച്ചൊരു കൃത്യമായ വീഴ്ചയില്ലാത്തൊരു അന്വേഷണം ഉണ്ടാകണം. കാരണം അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണുള്ളത്. പ്രത്യേകിച്ച്
പ്രൊഫഷണൽ കോളേജുകളുടെ കാര്യത്തിൽ നമുക്കറിയാവുന്നതുപോലെ പലതരം ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിലവാരം ഉയർത്തുക എന്നൊക്കെയുള്ളത് അത് വേണ്ടതാണ്. നിലവാരം ഉയർത്തണം, ക്വാളിറ്റി ഉയർത്തണം. അതുകൊണ്ട് നേരത്തെ കോളേജ് അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഒരു ക്രെഡിറ്റ് സ്കോറൊക്കെ നിശ്ചയിച്ചത് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിനനുസരിച്ചാണ്. അതുകൊണ്ടാണ് 22 എന്നതിൽ നിർത്തിയത്. അങ്ങനെ ആവട്ടെ, ആ നിലവാരം ഉയർത്താനുള്ള പരിശ്രമത്തെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഇയർ ബാക്കിൽ ഒരു ഇയർ മുഴുവൻ നഷ്ടപ്പെട്ട് റിപ്പീറ്റ് ചെയ്യേണ്ടി വരിക, അതിനിടയിൽ അത് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെടുമോ എന്ന ആശങ്ക, അത്തരം വിദ്യാർത്ഥികളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അപ്പോൾ അക്കാദമികമായി തന്നെ അതിലൊരു നയം ഉണ്ടാവുകയാണ് വേണ്ടത്. അപ്പോൾ ഓട്ടോണമസ് ആകുമ്പോൾ നമ്മൾ നിലവാരം ഉയർത്തുക എന്ന് പറയുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളെയും എങ്ങനെ സമീപിക്കണം എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു നയം കൂടി തീർച്ചയായും അതാണ്. ഇതിന് കൃത്യമായ ഒരു നയം വേണം. അത് വിദ്യാർത്ഥികൾക്ക് കൂടി ബോധ്യപ്പെടണം. അതിന് കോളേജ് ഇതിപ്പോ സർവകലാശാല ഒരു തീരുമാനമെടുത്തു എന്ന് പറയുന്നു. അതിന് വിരുദ്ധമായി ഓട്ടോണോമസ് ആയതുകൊണ്ട് കോളേജിന് മറ്റൊരു ചട്ടം, മറ്റൊരു തീരുമാനം എന്നുള്ളതല്ല. അതിലാണ് ഈ വിദ്യാർത്ഥികൾ ചൂഷണത്തിന് വിധേയരാവുന്നത്. പ്രത്യേകിച്ച് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചെലുത്തുന്ന ഫീസ് അടക്കം അതിൽ കൂടി കൊള്ള ആരോപിക്കുകയാണ് വിദ്യാർത്ഥികൾ.